എന്താ ജ്ഞാനമാണ്. ജ്ഞാനത്തെ മറ്റൊരു വാക്കുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും സത്യത എന്ന് പറയും. സത്യത. അപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞാൽ സത്യമായ കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് അവിടെയാണ് നമ്മൾ ജ്ഞാനം, അതായത് നോളജ്. നോളജ് എന്നൊരു വാക്കുമുണ്ട്, ഇൻഫർമേഷൻ എന്നൊരു വാക്കുണ്ട്. നോളജും ഇൻഫർമേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ നോക്കുക, നമുക്ക് എത്രത്തോളം നോളജ് ഉണ്ട്, നമ്മുടെ പക്കൽ എത്രത്തോളം ഇൻഫർമേഷൻസ് ഉണ്ട്. അതായത് എന്തിനെയാണ് നോളജ് എന്ന് വിളിക്കുന്നത്? നോളജും ഒരു ഇൻഫർമേഷനാണ്, പക്ഷേ എല്ലാ ഇൻഫർമേഷനെയും നോളജ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഏത് ഇൻഫർമേഷനാണോ നമ്മളിൽ ഒരു പെർമനന്റ് പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കാൻ സഹായിക്കുന്നത്, സാധാരണ ചേഞ്ച് അല്ല, പോസിറ്റീവ് ചേഞ്ച്. വെറും പോസിറ്റീവ് ചേഞ്ച് അല്ല, പെർമനന്റ് പോസിറ്റീവ് ചേഞ്ച്, സ്ഥായിയായ ഒരു പോസിറ്റീവ് ചേഞ്ച് നമ്മളിൽ ഉണ്ടാക്കാൻ വെച്ചാൽ നമ്മുടെ സംസ്കാരത്തിൽ ഉണ്ടാക്കാൻ, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാക്കാൻ, നമ്മുടെ മനോഭാവത്തിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഇൻഫർമേഷൻസിനെ മാത്രമേ നോളജ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ആനന്ദത്തിലേക്ക് പോകാൻ തയ്യാറായിട്ടിരിക്കുന്ന ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ കൂടുതൽ ശതമാനമുള്ളത് സ്ട്രെസ്സാണോ അതോ ശാന്തിയാണോ, സന്തോഷമാണോ? സാധാരണഗതിയിൽ ഇന്നത്തെ സാമൂഹിക അവസ്ഥ വെച്ച് നമ്മൾ നോക്കുമ്പോൾ പൊതുവേ കാണുന്ന കാഴ്ച സന്തോഷമാണോ കൂടുതൽ ശതമാനത്തിൽ കാണുന്നത്, സ്ട്രെസ്സാണോ, അസ്വസ്ഥതകളാണോ? കാരണം എന്തുമാകാം, ശാരീരികം, മാനസികം, സാമ്പത്തികം, സാമൂഹികം, എന്ത് കാരണവും ആകാം. പക്ഷെ നമ്മൾ കാണുന്നത് അസ്വസ്ഥതകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം, ഭീതിതമാം വിധം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു, പെർമനന്റ് പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നവയാണ്, ഇൻഫർമേഷൻസിനെയാണ് നോളജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്തെ മനുഷ്യന് നോളജ് ആണോ കൂടുതൽ, ഇൻഫർമേഷൻസ് ആണ്? ഇൻഫർമേഷൻസ് വേണം, നമുക്ക് ജീവിക്കാൻ ആവശ്യത്തിനൊക്കെ ഇൻഫർമേഷൻസ് വേണം, ശരിയാണ്. പക്ഷേ ഇപ്പം നമ്മളൊരു ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകാമെന്ന് വെച്ചു, എനിക്കൊരു ക്രോസിൻ വാങ്ങിച്ചാൽ മതി. മെഡിക്കൽ സ്റ്റോറിൽ ഇഷ്ടംപോലെ മെഡിസിൻ ഇരിപ്പുണ്ട്. അയ്യോ, ആ പാവം പഠിച്ച ആളല്ലേ മെഡിക്കൽ സ്റ്റോർ നടത്തുന്നത്, 5-6 മരുന്ന് ഞാനിങ്ങനെ വാങ്ങിച്ചേക്കാം. നമ്മൾ ആരും വാങ്ങിക്കില്ല അങ്ങനെ. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ വാങ്ങുള്ളൂ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. ഈ ലോകം വലിയൊരു ഷോപ്പിംഗ് മാളാണ് അല്ലേ. ഇഷ്ടംപോലെ ഇൻഫർമേഷൻസിന്റെ എക്സ്പ്ലോഷൻ. ഈ നമ്മുടെ ഇന്റർനെറ്റൊക്കെ വന്നതിന് ശേഷം എക്സ്പ്ലോഷൻ, ആർക്കും എവിടെ ഇരുന്നു എന്തും അറിയാൻ പറ്റും. പക്ഷേ നമുക്കെല്ലാം ആവശ്യമുണ്ടോ? ഇല്ല. നമുക്കാവശ്യമുള്ളവയെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇൻഫർമേഷൻസ് നിറയുണ്ട്. ഇപ്പൊ ആൾക്കാർക്ക് എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്. സമയം പോകുന്നതേ അറിയില്ല. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാറ്റിൽ കൂടിയും കടന്നു പോകുന്നു. അപ്പോഴെന്താ സംഭവിക്കുന്നത്? മനസ്സിലേക്ക് ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം വന്ന് ഡംപ് ചെയ്ത് വെച്ചിരിക്കാൻ. എങ്ങനെ മനസ്സ് ക്ലിയർ ആകും അല്ലേ? മനസ്സ് ക്ലിയർ ആയാൽ മാത്രമേ ബുദ്ധിക്ക് കാണാൻ ശക്തി കിട്ടത്തുള്ളൂ. മനസ്സ് ക്ലിയർ ആവുന്നില്ല, ക്ലിയർ ആകാൻ നമ്മൾ അനുവദിക്കുന്നില്ല. കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ബോറടിക്കുന്നു, കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോ നമുക്ക് വേണ്ടത് സത്യത, അതായത് നോളജ്.